ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതോടെ നിലപാട് കടുപ്പിച്ച് CPI. നടന്നത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ DEO ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് AAS പ്രവർത്തകർ തൃശൂരിൽ പ്രകടനം നടത്തി. കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് മുള്ളൂർക്കരയിൽ 2 മണിക്കൂറോളം പിടിച്ചിട്ടു. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് ട്രെയിൻ പിടിച്ചിട്ടത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവം പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 1-ാം പ്രതിയുടെ അടച്ചിട്ടിരുന്ന വീടിന്റെ പൂട്ട് തകർത്ത് പോലീസ് പരിശോധന നടത്തി. കനത്ത മഴയിൽ തോളൂർ പോന്നോർത്താഴം പടവിലെ ബണ്ട് തകർന്നു. 265 ഏക്കറിലെ കൃഷി വെള്ളത്തിൽ മുങ്ങി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കുറ്റൂർ മേഖലയിലെ 6 പാടശേഖരങ്ങളിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ണാരം കുത്തി തുറന്ന് പണം കവർന്നു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് നഴ്സറി സ്കൂളിൽ മോഷണ ശ്രമം. മാളയിൽ ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് സ്വർണം കവർന്ന പ്രതി 36 മണിക്കൂറിനകം പിടിയിലായി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന. സ്പീഡ് ഗവർണറുകൾ വിച്ഛേദിച്ച് സർവീസ് നടത്തിയ ബസ്സുകൾ പിടികൂടി. വാർത്തകളിലേക്ക് വിശദമായി. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതോടെ നിലപാട് കടുപ്പിച്ച് CPI. 3 തവണ മന്ത്രിസഭയിലും മാധ്യമങ്ങളിലൂടെയും പരസ്യമായും ഈ പദ്ധതിയുടെ ഭാഗമാകരുതെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. ഭാഗമാകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തപ്പോൾ എതിർപ്പ് കടുപ്പിച്ച് പരസ്യമായി ഇറങ്ങിയതുമാണ്. എന്നാൽ ഇടതുമുന്നണിയിലെ 2-ാം കക്ഷിയുടെ എതിർപ്പിന് ഒരു വിലയും കൽപ്പിക്കാതെ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് CPIക്ക് നാണക്കേടായി. മുന്നണി മര്യാദയുടെ ലംഘനമാണ് നടന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് LDFൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. അതേസമയം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പദ്ധതിയിൽ ഒപ്പിട്ടത് നയംമാറ്റമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തൃശൂർ DEO ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിനെതിരെയായിരുന്നു പ്രതിഷേധം. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജനറൽ സെക്രട്ടറി സാരംഗ് തിരുവല്ലോമല, ജില്ലാ സെക്രട്ടറി അൻസാർ മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് DEO ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. PM ശ്രീയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ AASF പ്രവർത്തകർ പ്രകടനം നടത്തി. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി DEO ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. കോടികൾ കാണുമ്പോൾ കൊടി മറക്കുന്നവരാകരുത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അഖിലേഷ് പറഞ്ഞു. AASF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അലൻ പോൾ, സാനിയ പ്രസാദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. PM ശ്രീ കരാറിൽ ഒപ്പുവെച്ച പിണറായി സർക്കാർ RSS വൽക്കരിക്കപ്പെട്ടുവെന്ന് നിയുക്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. RSS വൽക്കരിക്കപ്പെട്ട സംസ്ഥാന സർക്കാരിൽ തുടരണമോ എന്ന് CPI തീരുമാനിക്കണമെന്നും OJ ജനീഷ് പറഞ്ഞു. തൃശൂർ DCCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജനീഷ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റ് പല ഘട്ടങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ എന്ന പേരിൽ SFI ഉപയോഗിച്ചൊക്കെ പല സമരങ്ങളും നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് നയിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൂടി കൈപിടിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ PM ശ്രീ പദ്ധതി എന്നിരിക്കെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന്റെ പുറകിലെ രാഷ്ട്രീയമായ ലക്ഷ്യമെന്ത് എന്ന്
ഗവൺമെൻറ് വ്യക്തമാക്കണം. RSS അജണ്ടയ്ക്ക് വഴങ്ങി വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് തയ്യാറായതിനു പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യമെന്തെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം. RSS നേരിട്ട് ഭരിക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ CPI മുന്നണി വിടുകയാണ് വേണ്ടത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നത് പേര് മാത്രമാണ്. അത് പരിപൂർണമായും നാഗ്പൂർ എഡ്യൂക്കേഷൻ പോളിസിയാണ്. സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ആ RSS വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് CPI ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആ നിലപാടിൽ തന്നെയാണ് CPI ഉറച്ചു നിൽക്കുന്നതെങ്കിൽ, CPI ഇടതു മുന്നണിയിൽ നിന്ന് RSS നിയന്ത്രിക്കുന്ന CPM ഗവൺമെന്റിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. BJPയെയും RSSനെയും ഭയപ്പെടുകയാണ് സർക്കാർ. ഈ വിഷയത്തിൽ SFIയുടെയും DYFIയുടെയും പ്രതികരണം എന്താണെന്നും ഇവർ നട്ടെല്ല് യഥാസ്ഥാനത്തുണ്ടോ എന്ന് പുറംതടവി നോക്കണമെന്നും OJ ജനീഷ് പരിഹസിച്ചു. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാൻ വഴങ്ങിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് OJ ജനീഷ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് പാളത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് തൃശൂർ ഷൊർണൂർ പാതയിൽ 2 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഇതേ തുടർന്ന് വേണാട്, ശബരി, രപ്തിസാഗർ, പരശുറാം എന്നീ ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകൾ പിടിച്ചിട്ടു. എഞ്ചിനിലേക്ക് വൈദ്യുതി എത്തുന്ന ഓവർഹെഡ് എക്യുപ്മെന്റ്സ് തകരാറിലായതിനെ തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് വൈദ്യുതി ബന്ധം നിലച്ച് എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുതിയ എഞ്ചിൻ എത്തിച്ച ശേഷമാണ് ട്രെയിൻ യാത്ര തിരിച്ചത്. മുള്ളൂർക്കരയ്ക്കും വടക്കാഞ്ചേരിക്കുമിടയിലുള്ള അകമല ഉത്രാളിക്കാവ് മേഖലയിൽ ട്രെയിനുകൾ തകരാറിലാകുന്നത് നിത്യസംഭവമാണ്. ഇവിടെ റെയിൽപാളത്തിലെ കുത്തനെയുള്ള കയറ്റവും കൊടും വളവുകളും യാത്ര ദുഷ്കരമാക്കുന്നു. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 1-ാം പ്രതി പ്രഗിലേഷ് നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയ തെളിവുകൾ പോലീസിന് ലഭിച്ചു. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷ്, കണ്ടാണശ്ശേരി സ്രാമ്പിക്കൽ ദിവേക് എന്നിവർക്കെതിരെയാണ് ടെമ്പിൾ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇരുവരും ഒളിവിലാണ്. ഇരുവരുടെയും വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സുപ്രധാന രേഖകൾ കണ്ടെടുത്തു. കുടുംബസമേതം ഒളിവിൽ പോയ പ്രഗിലേഷിന്റെ 2 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ പലിശയ്ക്ക് പണം നൽകിയവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെറുതെ നമ്മൾ തമ്മിൽ വർത്തമാനങ്ങൾ ഉണ്ടാക്കരുത്. ഈ 2000 രൂപ അടക്കേണ്ടതിന്റെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയിക്കണം. ഇതിപ്പോ പൈസ അങ്ങനെ അടക്കണില്ല, അതിന്റെ വഴികൾ പറഞ്ഞോളെ, അടക്കില്ല, കുഴപ്പമില്ല. എനിക്ക് ഇപ്പോ അതിനൊക്കെ ചങ്കൂറ്റത്തിലും തന്റെ ഇടത്തിൽ തന്നെയാണ് ഞാൻ ഈ നിൽക്കണത്. ഈ കാശ് ഇത്രയും കൊടുക്കണത്, പലിശ മേടിക്കണതൊക്കെ തരാനുള്ള 5000 പിന്നെ എന്താ തരിക? എന്തൊരു കഷ്ടങ്ങളെ കൊണ്ടൊക്കെ. നിങ്ങളൊക്കെ എത്ര ലക്ഷങ്ങള് വായില് പച്ചക്കറി കല്യാണ ദിവസമായി പോയിന്ന്. പ്രഗിലേഷിന്റെ കളക്ഷൻ ഏജന്റ് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു. നെന്മിനി വെട്ടത്ത് സുകേഷ് 2018 ആത്മഹത്യ ചെയ്ത സംഭവമാണ് അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. കളക്ഷൻ പണം തിരിമറി നടത്തിയതിനെ തുടർന്നുണ്ടായ പ്രഗിലേഷിന്റെ മർദ്ദനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രഗിലേഷിന്റെ മകളുടെ ഭർത്താവ് കാർ അപകടത്തിൽ മരിച്ച സംഭവം അന്വേഷിക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ വിവാഹമോചനം നേടിയതിനു ശേഷമാണ് മരുമകൻ കാർ അപകടത്തിൽ മരിക്കുന്നത്. അപകട മരണമല്ല, കൊലപാതകമാണിതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ 1-ാം പ്രതിയുടെ അടച്ചിട്ടിരുന്ന വീടിന്റെ പൂട്ട് തകർത്ത് പോലീസ് പരിശോധന നടത്തി. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. കർണംകോട് ബസാർ മേക്കണ്ടാണത്ത് മുസ്തഫ ആത്മഹത്യ സംഭവത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തുടർന്ന് വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. പ്രഗിലേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനെ തുടർന്ന് കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയ ശേഷം ആശാരിയെ കൊണ്ടുവന്ന് പൂട്ടുപൊളിച്ചാണ് പോലീസ് അകത്തുകയറിയത്. വാർഡ് കൗൺസിലർ KPA റഷീദ്, അയൽവാസി ഏറത്ത് രാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. മുസ്തഫയുടെ സ്ഥലത്തിന്റെ കരമടച്ച രസീതടക്കമുള്ള രേഖകൾ പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും.
SJ Gold and Diamonds ൽ നിന്നും. SJ Gold and Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds ൽ നിന്നും. SJ Gold and Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ തോളൂർ പഞ്ചായത്തിലെ പോന്നൂർ താഴം പടവിലെ KLDC ബണ്ട് തകർന്നു. 265 ഏക്കറോളം വിസ്തൃതിയുള്ള കോൾപ്പാടത്തെ ബണ്ടാണ് തകർന്നത്. നടിയിൽ കഴിഞ്ഞ് 15-20 ദിവസമായ നെൽച്ചെടികൾ മുഴുവൻ വെള്ളത്തിനടിയിലായി. കൃഷി ഇറക്കുന്നതിനായി പാടശേഖരങ്ങളിലെ വെള്ളം മുഴുവൻ വറ്റിച്ചപ്പോൾ കനാൽ ബണ്ടിൽ നിറഞ്ഞുകിടക്കുന്ന കരിവാലിച്ചണ്ടി മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് ബണ്ട് തകരാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. പടവിലെ മുഴുവൻ സ്ഥലത്തും ഞാറുനടുന്നതിന് തയ്യാറാക്കിയ ഞാറ്റടികളും വെള്ളം പൊങ്ങിയതോടെ നശിച്ചുപോയി. പടവിൽ 200-ലേറെ കർഷകരാണുള്ളത്. പലരും സഹകരണ സംഘങ്ങളിൽ നിന്നും ലോൺ എടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇതുമൂലം കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പടവ് കമ്മിറ്റി കൺവീനർ CR രഞ്ജിത്ത് പറഞ്ഞു. വരുന്ന കൃഷിക്കാരുടെ നല്ല ഒരു പടവാണ്. ആ പടവിൻ്റെ ബണ്ടാണ്, KLDC ബണ്ടാണ് വലിയ തോതിൽ ഏകദേശം 20 മീറ്ററിലധികം ഭാഗം തള്ളിപ്പോയിട്ടുള്ളത്. അതിൽ തന്നെ ബണ്ടിൻ്റെ 2 സൈഡിലും വെച്ചിരുന്ന തെങ്ങുകളടക്കം ഇപ്പോൾ മിക്കവാറും കൃഷിസ്ഥലത്തിൻ്റെ മുക്കാഭാഗം വരെ ഒലിച്ചു പോകുന്ന എത്തുന്ന സ്ഥിതി ഉണ്ടായി. കൃഷിക്കാരെ സംബന്ധിച്ചോളം വലിയ നഷ്ടമാണ് വന്നിട്ടുള്ളത്, ചെറിയ നഷ്ടമല്ല. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാവുന്നതാണ്, വൻതോതിൽ നട്ട ഞാറുകളൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ബണ്ട് പെട്ടെന്ന് അടച്ച് ബണ്ടിൻ്റെ ഈ പൊട്ടിയ ഭാഗം പെട്ടെന്ന് അടച്ച് കൃഷിക്ക് യോഗ്യമാക്കേണ്ട അടിയന്തര ഒരു സാഹചര്യമാണ് ഇവിടെ. പുഴയ്ക്കൽ ശോഭ സിറ്റിക്ക് സമീപം പാലം നിർമ്മാണത്തിനായി കോൾച്ചാലിന് കുറുകെ ബണ്ട് കെട്ടിയത് മൂലം കുറ്റൂർ മേഖലയിലെ 6 പാടശേഖരങ്ങളിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. 500ഓളം ഏക്കറിലെ നെൽകൃഷിയാണ് നശിക്കുന്നത്. പഴഞ്ചിറ, കല്ലായി, തടം, തിരുത്തിനുമേൽച്ചിറ, കൊളത്താഴം, അയ്യന്തോൾ എന്നീ പാടശേഖരങ്ങളിലെ 40ഓളം ദിവസം പ്രായമായ ഞാറാണ് വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്. ഇതുമൂലം പ്രദേശത്തെ 100 കണക്കിന് കർഷകർ പ്രതിസന്ധിയിലായി. 1 ഏക്കറിന് 20,000 രൂപയോളം ചെലവഴിച്ചാണ് കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന നെൽച്ചെടികൾ എല്ലാം ചീഞ്ഞു പോകുന്ന സ്ഥിതിയിലാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കൽ ശോഭ സിറ്റിക്ക് സമീപമുള്ള പാലത്തിന്റെ നിർമ്മാണ സൗകര്യത്തിനായി കീഴ്ഭാഗത്തെ തോടിനു കുറുകെ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് ഒഴുക്ക് തടഞ്ഞതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പീച്ചി മുതൽ കുണ്ടുകാട് വരുന്ന കോൾച്ചാലാണ് ഈ കാണുന്നത്. ഈ ചാൽ കൂടി വരുന്ന വെള്ളത്തിനെ വിടുന്നതാണ് നമ്മുടെ പുഴയ്ക്കൽ വലിയ കോളിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. ഈ വെള്ളത്തിനെ പുഴയ്ക്കൽ പാടത്തിൻ്റെ അവിടെ പാലത്തിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ ഒരു 500 ഏക്കറോളം നെൽകൃഷിയുണ്ട്. ഇതൊന്നും കൃഷി ഓഫീസർമാരോ മറ്റുള്ളവരോ ആരും ശ്രദ്ധിക്കാതെ അവിടെ പാലത്തിന് വെള്ളത്തിനെ തടസ്സം ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൃഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിലും ലാഭമില്ലാത്തൊരു കാലഘട്ടത്തിൽ അത്രയും പാടുപെട്ടുകൊണ്ട് കൃഷി പണിതുണ്ടാക്കുമ്പോൾ ആ കൃഷി നശിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിലേക്ക് കൃഷിയിലേക്ക് ആരും വരാത്ത ഈ കാലഘട്ടത്തിലേക്ക് ഈ സംഭവങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥയായിട്ട് തന്നെ നമുക്ക് ഇതിനെ ചിത്രീകരിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഈ കൃഷി വകുപ്പോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പോ KLDCയോ അതേപോലെ റോഡിൻ്റെ ഒരാളും കൃഷിക്കാരുടെ ഇതിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെയാണ് ഇത്തരം പരിപാടികൾ ചെയ്തിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് 4 ഭാഗത്തു നിന്നും പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തിയ വെള്ളമാണ് കൃഷി വെള്ളത്തിൽ മുക്കിയത്. ഇതിനിടെ പീച്ചി ഡാം തുറന്നതിനെ തുടർന്ന് കുണ്ടുകാട് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ശനിയാഴ്ചയോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് ആശങ്ക. 6 പാടശേഖര സമിതിയിലെ സെക്രട്ടറിമാരും പ്രതിനിധികളും ഇന്ന് ഞങ്ങൾ കളക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ കളക്ടറെ കാണാൻ പോയപ്പോൾ കളക്ടറെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സബ് കളക്ടറുടെ അടുത്ത് നമ്മുടെ നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ തട്ടിലേക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കലല്ല, ഞങ്ങൾക്കിതിൽ എത്രയും പെട്ടെന്ന് സഡനായിട്ടുള്ള ആക്ഷൻ വേണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫയൽ നീക്കമല്ല ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിടെ തടഞ്ഞിട്ടുള്ള മണ്ണ് നീക്കമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ മണ്ണ് നീക്കം ചെയ്ത് തരിക, ഞങ്ങളുടെ കൃഷീനെ രക്ഷിക്കുക. അതായത് ഒരാഴ്ചയായിട്ട് നട്ടിട്ടുള്ള കൃഷി തൈകൾ ഇപ്പോൾ ഏകദേശം 1.5 ആഴ്ചയായിട്ട് അത് വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇനി ഈ വെള്ളം ഇവർ ഫയൽ നീക്കിയിട്ട് ഈ കെട്ട് മാറ്റി വരുമ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ തീരുമാനമായിട്ടുണ്ടാവും, അതൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കാനുള്ള എന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിച്ചെടികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്. അത് നിങ്ങൾ ചെയ്തു തരണം.
കൃഷി നശിക്കാതിരിക്കാനുള്ള പരിഹാരം തേടി 6 പാടശേഖരങ്ങളിലെയും ഭാരവാഹികൾ സംയുക്തമായി പരാതിയുമായി ജില്ലാ ഭരണകൂടത്തെയും കൃഷി വകുപ്പിനെയും സമീപിച്ചെങ്കിലും പരിഹാര നടപടിയായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് കർഷകർ. കുറ്റൂർ MLO റോഡ് ഇരുവശത്തുമുള്ള പാടശേഖരങ്ങളിലെ 500ഓളം ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്. എത്രയും വേഗം ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുറ്റൂർ MLO റോഡ് പാടശേഖരത്തിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി 4 സ്പിൽവേ ഷട്ടറുകൾ 2 ഇഞ്ച് വീതമാണ് ഉയർത്തിയത്. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഏകദേശം 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ നടപ്പുരയിലെ ഭണ്ണാരവും ക്ഷേത്ര സമിതി ഓഫീസും കുത്തി തുറന്ന നിലയിലാണ്. ഭണ്ണാരത്തിലുണ്ടായിരുന്ന നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത്. നാണയങ്ങളും വെള്ളി വഴിപാടുകളും ഉപേക്ഷിച്ച നിലയിലാണ്. സമിതി ഓഫീസ് കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയും കവർന്നു. ക്ഷേത്രത്തിലെത്തിയ കഴകം ജീവനക്കാരൻ മോഷ്ടാവിനെ കണ്ടെങ്കിലും ജീവനക്കാരനെ ഭയപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. സെപ്റ്റംബർ 3-നാണ് ഭണ്ണാരം ക്ഷേത്രം അധികൃതർ തുറന്നത്. ഏകദേശം 50,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ക്ഷേത്രത്തിലെ CCTV ക്യാമറ ഓഫ് ചെയ്ത നിലയിലാണ്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് നഴ്സറി സ്കൂളിൽ മോഷണ ശ്രമം. ക്ലാസ് മുറികൾ കുത്തി തുറന്ന നിലയിലാണ്. മുറികളിൽ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. മേശകളും അലമാരകളും തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. സ്കൂളിലെ LP വിഭാഗത്തിൽ കഴിഞ്ഞ മാസം മോഷണ ശ്രമം നടന്നിരുന്നു. CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും പിടികൂടാനായിട്ടില്ല. മാള വലിയ പറമ്പിലെ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് 1.5 പവന്റെ ആഭരണം കവർന്ന കേസിൽ അതിഥി തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി ജിബു സർക്കാരാണ് അറസ്റ്റിലായത്. അന്നമനടയിലെ താമസ സ്ഥലത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെ വലിയ പറമ്പിലെ ആലത്തൂർ സ്വദേശി പഷ്ണത്ത് രവീന്ദ്രന്റെ സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 13 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണവും 100 ഗ്രാമിന്റെ വെള്ളിയാഭരണവുമാണ് മോഷ്ടിച്ചത്. പുലർച്ചെ സൈക്കിളിൽ സ്ഥാപനത്തിന് മുന്നിലെത്തിയ ജിബു സർക്കാർ ഫ്ലക്സ് ബോർഡ് ഉപയോഗിച്ച് നിരീക്ഷണ ക്യാമറ മറച്ചാണ് ഷട്ടർ തകർത്തത്. CCTV ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇരിങ്ങാലക്കുട DYSP CL ഷാജു, SHO സജിൻ ശശി, SI PM റഷീദ്, ASIമാരായ രാജീവ് നമ്പീശൻ, ES ജീവൻ, സീനിയർ CPOമാരായ TS ശ്യാം, KS ഉമേഷ്, EB സിജോയ്, ഹരികൃഷ്ണൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന. സ്പീഡ് ഗവർണറുകൾ വിച്ഛേദിച്ചോടിയ ബസ്സുകളും ടിക്കറ്റ് നൽകാതെ സർവീസ് നടത്തിയ ബസ്സുകളും പിടികൂടി. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. മധ്യമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ്, മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം പൂവണിയുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്ക് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ദിവസം 3 മണിക്ക് പൊന്നൂക്കര റോഡിൽ നിന്നും പുത്തൂർ പള്ളിക്ക് സമീപത്തു നിന്നുമായി 2 സാംസ്കാരിക ഘോഷയാത്രകൾ ആരംഭിക്കും. 4 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം സമകാലീന സംഭവങ്ങളും നിത്യഹരിത ഗാനങ്ങളും കോർത്തിണക്കി ജയരാജ് വാര്യരുടെ മ്യൂസിക് ഷോയും ഉണ്ടാകും. ഉദ്ഘാടന ശേഷം 2 മാസത്തേക്ക് ചെറിയ തോതിൽ ആളുകളെ അനുവദിച്ച് ട്രയൽ റൺ നടത്തും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ജനുവരിയോടുകൂടി ഫീസ് നിശ്ചയിച്ച് ആളുകളെ പൂർണ്ണതോതിൽ കടത്തിവിട്ടു തുടങ്ങും. 371 കോടി രൂപ ഉപയോഗിച്ചാണ് 338 ഏക്കറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പാർക്കിന്റെ അനുബന്ധമായി പെറ്റ് സൂ, ഹോളോഗ്രാം സൂ എന്നിവയുടെ നിർമ്മാണവും ജനുവരിയോടെ പൂർത്തിയാക്കും. പാർക്കിനുള്ളിൽ ചുറ്റിക്കാണാൻ KSRTCയുടെ ചെറിയ ബസ്സുകളും നഗരത്തിൽ നിന്ന് ഡബിൾ ഡെക്കർ ബസ് സർവീസും ഉണ്ടാകും. കർണാടകയിൽ നിന്ന് 7 ഇനം മൃഗങ്ങളെ ഇവിടെ എത്തിക്കും. 36 ഇനം ജീവികളെ വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരാനായി 2 ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന ബജറ്റിൽ നിന്ന് 6 കോടിയും ടോക്കണായി 1 കോടി രൂപയും അനുവദിച്ച് ഉത്തരവായി. സുവോളജിക്കൽ പാർക്കിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ BN നാഗരാജ, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, CCF R ആടലരസൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മധ്യവയസ്കനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 27 മാസം 15 ദിവസം തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാവർട്ടി കോടമുക്ക് മമ്പറമ്പത്ത് ഷെരീഫിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കോടമുക്ക് സ്വദേശി പുതുവീട്ടിൽ റഷീദിനെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. 2013 ജൂലൈ 3-ന് രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലാജു ലാസർ, അഡ്വക്കേറ്റ് രാജീവ് കുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
Guruvayur Road near Royal Hospital, Kunnangulam. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ബസ്സിൽ നിന്നും തെറിച്ചു വീണ് യാത്രക്കാരൻ മരണപ്പെട്ട കേസിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും 1 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ബസ്സിലെ ഡ്രൈവറായിരുന്ന പുത്തൂർ വെട്ടുകാട് സ്വദേശിയായ താണിപ്പറമ്പിൽ വീട്ടിൽ രജീഷ്, കണ്ടക്ടറായിരുന്ന വെട്ടുകാട് സ്വദേശി പുഞ്ചടത്ത് വീട്ടിൽ അജലകുമാർ എന്നിവരെയാണ് 1 വർഷം തടവിനും 1.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും തൃശൂർ ജുഡീഷ്യൽ നമ്പർ 1 ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 2013 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ സഭ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോയുമായി CBCI പ്രസിഡന്റും ആർച്ച് ബിഷപ്പുമായ ആൻഡ്രൂസ് താഴത്ത് ചർച്ച നടത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൈമാറി. ഫെബ്രുവരിയിൽ ബംഗളൂരിൽ നടക്കുന്ന CBCI ജനറൽ അസംബ്ലിയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ ക്ഷണിച്ചതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നതായി മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂരിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. മന്ത്രി കെ രാജനാണ് പ്രഖ്യാപനം നടത്തിയത്. 4.5 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, സെക്രട്ടറി KR രവി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ അതിദരിദ്രരെ കണ്ടെത്തി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയാണ് ജില്ലയെ അതിദാരിദ്ര്യമുക്തമാക്കിയത്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും ക്യാബിനറ്റിന്റെ നടപടി? കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാത എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ജനകീയ സമരം 700 ദിനങ്ങൾ പിന്നിട്ടു. 3 പതിറ്റാണ്ടിലധികം കാലം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയും വിവിധ സംഘടനകളും നിരന്തരം സമരം നടത്തിയിരുന്നു. നഗരത്തെ 2ആയി പകുത്ത ബൈപ്പാസ് ഒട്ടനവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുൻപേ എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം ഉയർന്നത്. എലിവേറ്റഡ് ഹൈവേ പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തിയപ്പോൾ NH 66 6 വരി പാതയായി വികസിപ്പിക്കുന്ന സമയത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ NH 66ന്റെ രൂപരേഖ പ്രകാരം ചന്തപ്പുര, അഞ്ചപ്പാലം സിഗ്നലുകളിൽ ഫ്ളൈ ഓവറുകളും പടാക്കുളത്ത് അടിപ്പാതയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതി വീണ്ടും സമരം ആരംഭിച്ചത്. വാഹനഗതാഗത യോഗ്യമായ അടിപ്പാതയെങ്കിലും വേണമെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇപ്പോൾ. DYSP ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചതായി BJP നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഈയിടെ അവകാശവാദമുന്നയിച്ച് രംഗത്തു വന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സർക്കാർ ഉത്തരവ് വരും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കർമ്മസമിതി. 700 ദിവസമായി സഹന സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ 700 ദിവസം ഞങ്ങൾ ഈ സമരം കൊണ്ട് നടന്നു. എലിവേറ്റഡ് ഹൈവേ പാസ്സായി എന്ന് പറഞ്ഞ് ഫ്ലക്സുകളും മറ്റും കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആധികാരികമായിട്ട് യാതൊരു രേഖയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ രേഖ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഇന്നത്തെ സമരം വൻ വിജയമാവുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ദേശീയപാത അധികൃതരുടെ നയത്തിനെതിരെ മഴയും വെയിലും കൊണ്ട് ഒരു പ്രദേശം സമരമിരിക്കുമ്പോൾ നീതി ഇനിയും അകലെയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ഗുരുതര പരിക്ക്. വാൽപ്പാറ കാദംബരയിലെ 32 വയസ്സുള്ള മൂർത്തിയെയാണ് ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചത്.
ദൂരേക്ക് തെറിച്ചു വീണ ഇയാൾക്ക് നെഞ്ചിലാണ് പരിക്കേറ്റത്. 3 വർഷമായി കാദംബരി ആദിവാസി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന ടെൻസി എന്ന് വിളിക്കുന്ന ആനയാണ് ആക്രമണം നടത്തിയത്. ഇതിനു മുൻപും നിരവധി പേരെ ആന ആക്രമിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ നിന്നുമെത്തിയ വിനോദയാത്രികനെ ഈ ആനയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഷോളയാർ ആനക്കകത്ത് യുവാക്കൾ കാട്ടാനയെ പ്രകോപിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം വിനോദയാത്രയ്ക്കെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് മോഴ ആനയെ പ്രകോപിപ്പിച്ചത്. റോഡരികിൽ നിന്നും മാറി ഈറ്റക്കാട്ടിലാണ് ആന നിന്നത്. ബൈക്ക് നിർത്തിയ യുവാക്കൾ ആനയുടെ ഫോട്ടോ എടുക്കുകയും വലിയ രീതിയിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഇതോടെ ആന റോഡിലേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്താണ് 5 അംഗ സംഘം ബൈക്കിൽ കയറി രക്ഷപ്പെട്ടത്. ഷോളയാറിൽ കബാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു വിനോദയാത്രാ സംഘത്തിന്റെ പേരിൽ വനപാലകർ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ഗാസയുടെ പേരുകളിലൂടെ പാലസ്തീൻ ജനതയ്ക്ക് സാംസ്കാരിക നഗരിയുടെ ഐക്യദാർഢ്യം. പാലസ്തീനോട് ഐക്യപ്പെട്ട് തണ്ണിമത്തൻ മുറിച്ച് വേദിയിൽ വെച്ചാണ് പരിപാടിക്ക് തുടക്കമായത്. തുടർന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ആമുഖമായി ഗാസയെക്കുറിച്ച് എഴുതിയ മുറിവുകളുടെ വീട് എന്ന കവിത ആലപിച്ചു. ചോരയുടെ അടുക്കള, ചോരയുടെ തീന്മേശ, ചോരയുടെ കിടപ്പറ, എന്റെ ചുവരുകൾ ദിനംതോറും ചുരുങ്ങി ചുരുങ്ങി വരുന്നു. നിവർന്നൊന്നു നിൽക്കാനോ നിവർന്ന് കിടക്കാനോ പോലും അസാധ്യമായ വിധം എന്നിലേക്കുള്ള വഴികൾ ഓരോന്നോരോന്നായി അടയുന്നു. എന്നിൽ താമസിക്കുന്നവർക്ക് എങ്ങോട്ടും പോകാനില്ല. ഒരു വാതിലും എങ്ങോട്ടും തുറക്കുന്നില്ല. ശത്രു വിഷം വിതറിയ വയലുകളിൽ ആയുധങ്ങൾ മുളച്ചു പൊന്തുന്നു. 4 ദിക്കിലും അക്രമിയുടെ തീ പടരുന്നു. ആകാശമില്ല, അനാഥരുടെ പുക മാത്രം. അടക്കം ചെയ്യപ്പെടാത്ത ശവങ്ങളോട് മഴ ഹീബ്രുവിൽ സംസാരിക്കുന്നു. ശേഷം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകളും വായിച്ചു. മാധ്യമപ്രവർത്തകൻ ശശികുമാർ കുട്ടികളുടെ പേരുകൾ വായിച്ച് ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അമീൻ അബ്ദുള്ള, അമീൻ അബു അൽ റൌസ്, അർവ കൈസ്, അബ്ദുൽ കരീം അൽ സഹറാനി, അസീൽ ജമാൽ സൽമ, ഇഷ്തിവൈ, കമർ ഹനി mahmud, കഷ്ത, കമർ യാഹ്യ, ജിഹാദ് അഹമ്മദ്, മുഹമ്മദ് സമിദ്, മുഹമ്മദ് കഷ്ത. ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, കവി രാവുണ്ണി, കവിതാ ബാലകൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ തുടങ്ങി കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പേരുകൾ വായിച്ച് ഗാസയോട് ഐക്യദാർഢ്യം അറിയിച്ചു. പാലസ്തീനിൽ കൊല്ലപ്പെട്ട 1500ഓളം കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ടാണ് തൃശൂർ ഗാസയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചത്. ചിന്താരവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ EMS സ്ക്വയറിലായിരുന്നു പരിപാടി. സംഘാടക സമിതി ചെയർമാൻ MP സുരേന്ദ്രൻ നേതൃത്വം നൽകി. TCV തൃശൂർ. ചാവക്കാട് മൃഗാശുപത്രിയിൽ തെരുവ് നായ പ്രജനന നിയന്ത്രണ കേന്ദ്രം ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. 2031 ആകുമ്പോഴേക്കും തെരുവ് നായ്ക്കളില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്ന പ്രവർത്തനം ഊർജിതമാക്കാൻ 400ഓളം പേർക്ക് ട്രെയിനിംഗ് നൽകിയിട്ടുണ്ടെന്നും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാൻ മൊബൈൽ ABC സെന്ററുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ജിതേന്ദ്രകുമാർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആരെ കിട്ടിയാലും ആ നായി ഇതുപോലെ അക്രമകാരികളാണെന്നുണ്ടെങ്കിൽ കടിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം നമുക്ക് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്. ഏകദേശം 3.5 ലക്ഷം നായ്ക്കൾ ഇന്ന് കേരളത്തിൽ തെരുവ് നായ്ക്കളാണ്. അപ്പോൾ ആ തെരുവ് നായ്ക്കളെ മുഴുവൻ വന്ധീകരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് പോകുന്നത്. ദേശീയപാത 66 എടക്കഴിയൂർ ഹൈസ്കൂളിന് സമീപം ദേശീയപാത സർവീസ് റോഡിൽ 2 അടിയോളം ആഴമുള്ള ഗർത്തം രൂപപ്പെട്ടു. നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. 2 ആഴ്ചയായി ഇവിടെ അപകടക്കുഴി രൂപപ്പെട്ടിട്ട് ഇരുചക്രയാത്രികരാണ് കൂടുതലും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. നിരവധി തവണ ദേശീയപാത കരാർ കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 2 ആഴ്ചയോളമായി ഇത്രയും വലിയ 1.5 അടി 2 അടി താഴ്ചയുള്ള കുഴി ഉണ്ടായിട്ട് അധികൃതരോട് പറഞ്ഞിട്ട് അവർ കുറേ സ്ലാഗി കൊടുത്തിട്ട് ആ പോക്ക് പോയതാണ്. പിന്നെയും അതേപോലെ തന്നെ കുഴിയിൽ പിന്നെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടം നിറഞ്ഞൊരു ഏരിയ ആയി തീർന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കൺമുന്നിൽ 2 2 വീലറാണ് ആ കുഴിയിൽ മറിഞ്ഞു വീണിട്ടുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു നടപടി പരിഹാരം, അടിയന്തരമായൊരു പരിഹാരം കാണണമെന്ന്
ഉദ്യോഗസ്ഥരോട് പറയുകയാണ്. വലിയ വാഹനങ്ങൾ കുഴിയിൽ വീണാൽ പോലും വളരെ പ്രയാസപ്പെട്ടാണ് കയറുന്നത്. ഇത്രയും വലിയ ഗർത്തമുണ്ടായിട്ടും യാതൊരു അപായ സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. മഴ പെയ്ത് കുഴിയിൽ വെള്ളം നിറഞ്ഞാൽ കുഴി കാണാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം ഈ അപകട കുഴിയിൽ വീണ് ഇരുചക്ര യാത്രികർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. കുഴിയിൽ വീഴുന്ന ബൈക്കുകൾ നാട്ടുകാരുടെ സഹായത്തോടെയാണ് കരയ്ക്കു കയറ്റുന്നത്. വലിയ ദുരന്തം ഉണ്ടാകുന്നതിനു മുൻപ് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കുന്ന CBSE തൃശൂർ സഹോദയ കലോത്സവത്തിൽ തൃശൂർ ദേവമാത CMI സ്കൂൾ 624 പോയിന്റുമായി മുന്നേറ്റം തുടരുന്നു. രണ്ടാം സ്ഥാനത്തുള്ള പാറേമക്കാവ് വിദ്യാമന്ദിറിന് 502 പോയിന്റാണുള്ളത്. നിർമ്മലമാത, ചിന്മയ വിദ്യാലയം, IES സ്കൂൾ എന്നിവയാണ് തുടർ സ്ഥാനങ്ങളിൽ. 5 കാറ്റഗറിയിലാണ് 84 ഇനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. നവംബർ 18 മുതൽ 21 വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി 18 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം IFFTക്ക് തൃശൂരിൽ തുടക്കമായി. വൈവിധ്യവും ചെറുത്തുനിൽപ്പും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള 8 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 52 ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മാധ്യമപ്രവർത്തകൻ ശശികുമാർ മേള ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, സംവിധായകരായ ഡോക്ടർ ബിജു ദാമോദരൻ, പ്രിയനന്ദനൻ എന്നിവർ മുഖ്യാതിഥികളായി. A. രാധാകൃഷ്ണൻ, ചെറിയാൻ ജോസഫ്, TG അജിത തുടങ്ങിയവർ സംസാരിച്ചു. ശേഷിപ്പുകൾ, ഡീൽ അറ്റ് ദി ബോർഡർ, ആൾപൂരം തുടങ്ങിയ ചിത്രങ്ങളാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത്. മഹത്വമായ അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ് ചെറിയാൻ. തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ 139 പോയിന്റ് നേടി തൃശൂർ ജില്ലാ ടീം ഓവറോൾ ചാമ്പ്യന്മാരായി. 106 പോയിന്റ് നേടി തിരുവനന്തപുരം 2ാം സ്ഥാനവും 59 പോയിന്റ് നേടി എറണാകുളം ജില്ല 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മുക്കാട്ടുകരയിൽ നടക്കുന്ന തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവം ശനിയാഴ്ച സമാപിക്കും. മോഹിനിയാട്ടം, കേരള നടനം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ദേശഭക്തി ഗാനം, കഥാകഥനം, നാടകം, പാഠകം തുടങ്ങിയ മത്സരങ്ങളാണ് വിവിധ വേദികളിലായി 3ാം ദിനം അരങ്ങേറിയത്. സമാപന സമ്മേളനം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അരിമ്പൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നവർക്ക് സ്വീകരണവും പഴയകാല കോൺഗ്രസ് പ്രവർത്തകർക്ക് ആദരവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ, KS ദീപൻ, TA പ്ലാസിഡ്, മാർട്ടിൻ ചാലിശ്ശേരി, ഹരിദാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ ഓഫറുകളെ ത്രില്ലടിപ്പിക്കാൻ നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സ്. 2 ദിവസം തുടരുന്ന നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സ് ശനിയാഴ്ച മുതൽ ആരംഭിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ ആളിക്കത്തുന്ന വിലയിൽ നിന്ന് ആശ്വാസമേകാൻ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഷോപ്പിംഗിൽ വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് പുഴയ്ക്കലിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഒക്ടോബർ 25-26 തീയതികളിലാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളുമായി നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സ് ഒരുക്കുന്നത്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 5 കിലോ പഞ്ചസാര 179 രൂപയ്ക്ക് ലഭ്യമാകും. അജ്മി സ്റ്റീം പുട്ടുപൊടിയും അരിപ്പൊടിയും 5 കിലോയ്ക്ക് 259 രൂപ. ബോൺലെസ് ബീഫ് 1 കിലോ 299 രൂപ. 3.5 കിലോ സൺപ്ലസ് ഡിറ്റർജന്റ് പൗഡർ സ്മാർട്ട് 139 രൂപ. കിച്ചൺ ഡ്രോപ്സ് വെളിച്ചെണ്ണ 900 ml 259 രൂപ. PK ചക്കി ഫ്രഷ് ആട്ട 5 കിലോ 199 രൂപ. കബനി ആക്റ്റീവ് റോസ് ലിക്വിഡ് ഡിറ്റർജന്റ് 5 കിലോ 249 രൂപ. മിൽമയുടെ വാനില സ്ട്രോബെറി മാംഗോ ഐസ്ക്രീം 1 ലിറ്റർ 99 രൂപ. നെസ്റ്റോ ഡ്രീം കേക്ക് 400 ഗ്രാം 159 രൂപ.
സവാള 1 കിലോ 18 രൂപ 90 പൈസ. ഓറഞ്ച് 1 കിലോ 99 രൂപ. ബ്രോസ്റ്റഡ് ചിക്കൻ കോംബോ 229 രൂപ. 43 ഇഞ്ച് സ്മാർട്ട് LED TV 9999 രൂപ. ഇംപെക്സ് കടായി, പാൻ, തവ, ഫ്രൈ പാൻ എന്നിവയ്ക്ക് മൂന്നിനും കൂടി 899 രൂപ. റോയൽ പ്രിൻസ് സ്റ്റീൽ പ്രഷർ കുക്കർ 5 ലിറ്റർ 999 രൂപ. ഡെൻമർ ബിരിയാണി പോട്ട് 12 ലിറ്റർ 1099 രൂപ. ബോയ്സ് ടീഷർട്ട്സ് 119 രൂപ. തുടങ്ങിയ ഓഫറുകൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ വൻ വിലക്കുറവിൽ നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് പ്രവർത്തന സമയം. ഭിന്നശേഷി കുട്ടികൾക്കായി ആയുർവേദവും വിവിധ തെറാപ്പികളും സംയോജിപ്പിച്ച സേവനങ്ങൾ നൽകുന്ന അതിഥി റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ 9ാമത് ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ചെമ്പൂക്കാവ് ഹോളി ഫാമിലി സ്കൂളിന് സമീപം മ്യൂസിയം ക്രോസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച അതിഥി സെന്ററിന്റെ 9ാമത് ശാഖയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, കൗൺസിലർ ആൻസി പുലിക്കോട്ടിൽ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഫാദർ ഫെഡറിക് എലുവത്തിങ്കൽ, KV ദാസൻ, CO ജേക്കബ്, ജെയിംസ് വളപ്പില, അതിഥി തൃശൂർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ധീരജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓട്ടിസം, കുട്ടികളുടെ സംസാര ഭാഷാ വൈകല്യം, ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി, പഠന പ്രയാസങ്ങൾ, ബുദ്ധിപരമായ ന്യൂനതകൾ, ബിഹേവിയർ തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി, റെമഡിയൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സ്പീച്ച് തെറാപ്പി, യോഗ, ആയുർവേദ, കൂടാതെ ഗ്രൂപ്പ് തെറാപ്പി, ലൈഫ് സ്കിൽ ട്രെയിനിംഗ്, പാരന്റ് എംപവർമെന്റ് പ്രോഗ്രാം, പാരന്റ് കൗൺസിലിംഗ് തുടങ്ങിയവയെല്ലാം അതിഥിയിൽ നൽകി വരുന്നു. കോട്ടക്കൽ, വണ്ടൂർ, കരുനാഗപ്പള്ളി, കണ്ണൂർ, ചങ്ങരംകുളം, വഴിയമ്പലം, തിരുവനന്തപുരം, പട്ടാമ്പി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലും അതിഥി സെന്ററിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9744777110. ഹോമിയോപ്പതി ചികിത്സാരംഗത്ത് 2.5 പതിറ്റാണ്ടോളം നീണ്ട വിശ്വസ്ത പാരമ്പര്യവുമായി ജനകീയത ആർജിച്ച് മുന്നേറുന്ന തൃശൂരിലെ ഡോക്ടർ സ്മിത മിംസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി ഗവേഷണ മേഖലയിലും കയ്യൊപ്പ് ചാർത്തുകയാണ്. ഹോമിയോപ്പതിയിൽ 24 വർഷം നീണ്ട ചികിത്സാ പാരമ്പര്യം, ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും ആധുനികവും ഫലപ്രദവുമായ മരുന്നുകളും ചികിത്സാ രീതിയും, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വേഗത്തിലുള്ള ശാശ്വതമായ രോഗമുക്തിയും ശമനവും ഇതെല്ലാമാണ് ഡോക്ടർ സ്മിതാസ് മിംസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയെ സവിശേഷമാക്കുന്നത്. എല്ലാത്തരം രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്ന ഡോക്ടർ സ്മിതാസ് മിംസ് ലോകപ്രശസ്ത ഹോമിയോപ്പതി അക്കാദമിയായ ദ അതർ സോങ്ങിന്റെ കേരളത്തിലെ സെന്റർ കൂടിയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 30ഓളം ഹോമിയോപ്പതി ഡോക്ടർമാരാണ് മിംസിൽ വിദഗ്ധ പഠനവും റിസർച്ചും നടത്തുന്നത്. സോറിയാസിസ് അടക്കമുള്ള ത്വക്ക് രോഗങ്ങളിൽ ഡെർമറ്റോളജി വിഭാഗം നടത്തിയ ഗവേഷണങ്ങൾക്ക് ഇതിനോടകം മികച്ച ഫലം നേടാനായി. സൈക്കോ തെറാപ്പിയോട് കൂടിയ സൈക്കാട്രി വിഭാഗവും ഓട്ടിസം, ADHD, ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്കായി തെറാപ്പി, റെമഡിയേഷൻ സെക്ഷനുകളോട് കൂടിയ പീഡിയാട്രിക്സ് വിഭാഗവും ഡോക്ടർ സ്മിതാസ് മിംസിന്റെ പ്രത്യേകതയാണ്. മിംസ് ഗ്രൂപ്പ് MDയും CMOയുമായ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലാണ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ. ഹോമിയോപ്പതിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആക്കുക. ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്കിൻ ഡിപ്പാർട്ട്മെന്റ്, കാരണം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട്. ലൈക്കൻ പ്ലൈനസ്, സോറിയാസിസ്, ദെൻ ഒരു സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. 30 ഡോക്ടേഴ്സ് ഇനി ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുക്കത്തിലാണ്. കേരളത്തിന് പുറമെ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി നിരവധി പേരാണ് ഡോക്ടർ സ്മിതാസ് മിംസിന്റെ സേവനങ്ങൾ തേടിയെത്തുന്നത്. തൃശൂർ പാട്ടുറായ്ക്കലിന് പുറമെ വടക്കാഞ്ചേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലും മിംസിന്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് കൺസൾട്ടേഷൻ സമയം. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,500 രൂപ, പവന് 92,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. യുവതിക്കും 10 വയസ്സുകാരി പെൺകുട്ടിക്കും നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ബേക്കറി ജീവനക്കാരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം സ്വദേശി സെങ്കോലിനെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ
വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മാതാവും ബേക്കറിയിലിരുന്ന് ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് പ്രതി നഗ്നത പ്രദർശിപ്പിച്ചത്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമപ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതോടെ നിലപാട് കടുപ്പിച്ച് CPI. നടന്നത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ DE ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് AIS പ്രവർത്തകർ തൃശൂരിൽ പ്രകടനം നടത്തി. കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് മുള്ളൂർക്കരയിൽ 2 മണിക്കൂറോളം പിടിച്ചിട്ടു. എഞ്ചിൻ തകരാറിനെ തുടർന്നാണ് ട്രെയിൻ പിടിച്ചിട്ടത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത സംഭവം പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 1ാം പ്രതിയുടെ അടച്ചിട്ടിരുന്ന വീടിന്റെ പൂട്ട് തകർത്ത് പോലീസ് പരിശോധന നടത്തി. കനത്ത മഴയിൽ തോളൂർ പോന്നൂർ താഴം പടവിലെ ബണ്ട് തകർന്നു. 265 ഏക്കറിലെ കൃഷി വെള്ളത്തിൽ മുങ്ങി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കുറ്റൂർ മേഖലയിലെ 6 പാടശേഖരങ്ങളിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. ചന്ദ്രാപിന്നി കണ്ണനാങ്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ണാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് നഴ്സറി സ്കൂളിൽ മോഷണ ശ്രമം. മാളയിൽ ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് സ്വർണം കവർന്ന പ്രതി 36 മണിക്കൂറിനകം പിടിയിലായി. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന. സ്പീഡ് ഗവർണറുകൾ വിച്ഛേദിച്ച് സർവീസ് നടത്തിയ ബസ്സുകൾ പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.